ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഹന. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ന്യൂമം മസ്റ്റ് ഹാവ്സ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസമായി, 3 യെസ്, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു. ഇവിടെ UK-യിലായിരുന്നു ഡെലിവറി. അപ്പോൾ ഇതുവരെ ഈ 3 മാസത്തെ ജേർണിയിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറേ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഫീഡിങ് എസെൻഷ്യൽസ് ആണ്, പിന്നെ ബെഡ്റൂമിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ, ക്രിബ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പിന്നെ മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ജംപ് ഓൺ ടു ദ വീഡിയോ. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ എൻ്റെ ഫീഡിങ് പില്ലോ. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ എനിക്കിതൊരു ഭയങ്കര ലൈഫ് സേവർ എന്ന് വേണേൽ പറയാമായിരുന്നു. കാരണം നമുക്കിതിങ്ങനെ വെച്ച് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈ കഴക്കില്ല, ഷോൾഡർ ഒന്നും വേദന എടുക്കില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു ലക്ഷറി എന്ന് വേണേൽ പറയാം കേട്ടോ. കാരണം നമുക്ക് വേണമെങ്കിൽ വേറെ പില്ലോ അല്ലെങ്കിൽ കുഷൻസ് ഒക്കെ യൂസ് ചെയ്യാം, പക്ഷെ ഇതിൻ്റെ അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. പിന്നെ ബേബിക്കും അത് കംഫർട്ടബിൾ ആയിരിക്കും. ഫസ്റ്റ് 3 മന്ത്സിലേക്ക്, ഒരു 2 മന്ത്സിലേക്ക് നല്ല യൂസ്ഫുൾ ആണ്. അത് കഴിയുമ്പോൾ അത്രയും യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. കാരണം ബേബി പിന്നെ ബിഗായി, നമ്മൾ ഓക്കെയാണ് ഹാൻഡിൽ ചെയ്യാൻ. നമ്മളും പഠിച്ചു, നമ്മളും പ്രോ ആണ്, ബേബിയും പ്രോ ആണ്. പെട്ടെന്ന് പാൽ കുടിക്കുക, താഴത്തേക്ക് വെക്കുക, അവർക്ക് ആ ഒരു പൊസിഷനും ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, നമുക്കും ഈസി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് 2 മന്തിലേക്ക് ഇതെനിക്ക് ഒരു ലൈഫ് സേവർ തന്നെയായിരുന്നു. കാരണം ആ സമയത്താണ് നമ്മൾ ഫീഡ് ചെയ്യാനൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയം. കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്ന് പറയണത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ സാധനം എനിക്ക് ഫസ്റ്റ് 2 മന്തിലേക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഫീഡിങ് പില്ലോ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിങ്ങനെ റിമൂവബിൾ കവർ ഉള്ളത്, ഇങ്ങനെ കണ്ടോ, റിമൂവബിൾ കവറുള്ളത് വാങ്ങുക. അപ്പം അതാകുമ്പോൾ ഇത് ഞാൻ വേറെ വാങ്ങിച്ചിട്ടതാണ് കേട്ടോ. ഇത് ഷീനിന്ന് പില്ലോ കവർ മാത്രമായിട്ട് വേറെ വാങ്ങിയിട്ടതാണ്. അപ്പോൾ റിമൂവബിൾ കവറുള്ളതും വാങ്ങാൻ കിട്ടും. അപ്പോൾ അതുപോലത്തത് വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ പറ്റിക്കഴിഞ്ഞാലും നമുക്കിത് ഊരി വാഷ് ചെയ്യാം. അപ്പോൾ അതാണ് ഫസ്റ്റ് ഐറ്റം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് പമ്പാണ്. ഇത് ഇലക്ട്രിക്കൽ ബ്രസ്റ്റ് പമ്പാണ് കേട്ടോ. പുറത്തൊക്കെ പോകേണ്ടി വരുമ്പോഴത്തേക്കും ഇത് നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് റീചാർജബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു USB ചാർജറും വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് തിങ് ഈസ് ഇതാണ് കേട്ടോ. ഇതൊരു സ്നോട്ട് സക്കറാണ്. ഇത് കുറേ പേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇവിടെ ഇത് മിഡ് വൈഫൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കോൾഡും ഒക്കെ വന്ന് നോസ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സാധനം യക്കി വിചാരിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ബേബിയാണ്, നമ്മൾ കാണാത്തതൊന്നുമില്ല. മൂക്കിൽ നിന്ന് അവർക്ക് ബ്ലോക്ക്ഡ് ആയിട്ടിരിക്കുന്ന സാധനം സക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സാധനമാണ്. ഇതിന് ഇലക്ട്രിക്കൽ ഒരു ഡിവൈസും ഉണ്ട്, പക്ഷേ ഇതെനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫിൽറ്റർ ഉണ്ട് കേട്ടോ. ഇത് അതിൻ്റെ ഫിൽറ്റേഴ്സാണ്. അപ്പോൾ ഫിൽറ്റർ ഇതേപോലത്തെ ഒന്നെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഹൈജീൻ ഫിൽറ്റർ ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിലേക്കൊന്നും പോവില്ല. ഇത് അവൻ്റെ മൂക്കിൽ വെച്ചിട്ട് ഇത് നമ്മുടെ വായിൽ വെച്ച് സക്ക് ചെയ്തെടുക്കാം സ്നോട്ട്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം അവൻ വന്ന് നെക്സ്റ്റ് വീക്ക് തന്നെ അവന് നല്ല കോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് നോസ് ബ്ലോക്ക്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. ഞാൻ പമ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ഇതേപോലത്തെ ഗ്ലാസ് ബോട്ടിലാണ്. 8 മണിക്കൂർ വരെ ഇത് ഫ്രിഡ്ജിലിരിക്കും. ഗ്ലാസ് ബോട്ടിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ട് അതെടുത്ത് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് വാമാക്കുകയാണ് ചെയ്യാറ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ടീത്ത് അവന് ഇഷ്ടമല്ല. എല്ലാ പിള്ളേർക്കും എല്ലാ നിപ്പിളും പറ്റണം എന്നില്ലല്ലോ. അപ്പൊ അവന് ഈ നിപ്പിള് കൊണ്ട് കുടിക്കില്ല. അപ്പൊ അതിന് പകരം ഞാൻ അവന് കൊടുക്കുന്നത് ഈ ബോട്ടിലാണ്. ഈ ബോട്ടിൽ കുടിക്കാൻ അവന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ടോമി ടിപ്പിൻ്റെ ബോട്ടിലാണ്. അവന് ഞാൻ ഇത് വേറെ രണ്ട് ബോട്ടിൽസ് നോക്കിയിട്ട് പറ്റിയില്ല. പിന്നെ ഇത് മാത്രമാണ് അവൻ കുടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നെയ്സൽ സ്പ്രേ ആണ്. അതായത് ഫ്രീഡ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ബ്രാൻഡിൻ്റെ നെയ്സൽ സ്പ്രേ ആണ്. ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ജസ്റ്റ് സോൾട്ട് ആൻഡ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ന്യൂ ബോൺസിന് യൂസ് ചെയ്യുമ്പോൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത് സ്പ്രേ ചെയ്തിട്ട് മറ്റേ സ്നോട്ട് സക്കർ കൊണ്ട് സക്കിയാണെങ്കിൽ, ഇത് സ്പ്രേ ചെയ്ത് ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞാൽ സ്നോട്ട് സക്കർ കൊണ്ട് സക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ മൂക്കിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് പോരും. പിന്നെ നെക്സ്റ്റ് വേണ്ടത് ഇതാണ് ഇൻഫാക്കോൾ. ഇത് എപ്പോഴും ഇവിടെ കയ്യിലൊന്ന് വേണ്ടതാണ്. കാരണം എന്താന്ന് വെച്ചാൽ കോളിക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം മനസ്സിലാവില്ല ഇവരെന്തിനാ കരയുന്നതെന്ന്. പിള്ളേര് മിക്കപ്പോഴും നിർത്താണ്ട് കരയുന്നത് കോളിക്ക് വരുമ്പോഴായിരിക്കും. അപ്പൊ ആ ഒരു കരച്ചിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ, അവർക്ക് ഒന്നില്ലെങ്കിൽ ഗ്യാസ് ട്രാപ്ഡ് ആയിട്ട് നിന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ കോളിക്ക് വരുമ്പോൾ ഉള്ള കരച്ചിലായിരിക്കും. അവൻ ഇതുവരെ കൊടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ, പക്ഷെ ഞാനൊന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇൻ കേസ് വേണ്ടി വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അറിയാൻ പറ്റും ഇവര് താഴത്ത് കിടക്കില്ല, ഇങ്ങനെ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ കരച്ചിലിന് കുറച്ച് കുറവുണ്ടാവും. പിന്നെ നമ്മൾ താഴ്ത്ത് വെക്കാൻ നോക്കുമ്പോൾ അങ്ങനത്തെ കരച്ചില് കോളിക്കിന്റെ കരച്ചിലായിരിക്കും മിക്കപ്പോഴും. വൈകുന്നേരം ഒക്കെ ആകുമ്പോഴായിരിക്കും അതുപോലത്തെ കരച്ചില്, അതേപോലത്തെ കോളിക്കിന്റെ പെയിൻ വന്നെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് വരാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇതൊന്ന് കയ്യിൽ വെക്കുന്നതല്ല, കാരണം അങ്ങനെ കരഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് ചിലപ്പോൾ വാങ്ങാൻ പറ്റണം എന്നില്ല. അപ്പൊ ഇത് നേരത്തെ ഒന്ന് വാങ്ങി വെച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ എപ്പോഴും കയ്യിൽ വെക്കുന്ന ഒരു സാധനമാണ് ഇത് റെഡി ടു ഫീഡ് ബോട്ടിലാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഫോർമുല കൊടുക്കാത്ത കാരണം ഞാൻ ഇതേപോലത്തതാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോർമുല കൊടുക്കുന്നുണ്ടെങ്കിൽ ടിന്നിലുള്ളത് വാങ്ങി വെക്കാം. അതാണ് തോന്നുന്നു കുറച്ചും കൂടി എക്കണോമിക്കലായിട്ട് കിട്ടുന്നത്. ഇതിനും ഒരു നിപ്പിൾ വന്നിട്ടുണ്ട്, പക്ഷെ ആ നിപ്പിളും അവന് പറ്റില്ല. അപ്പൊ ഞാൻ ഇത് പൊട്ടിച്ചിട്ട് ഒരു ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതാണ് കൊടുക്കാറ്. അപ്പോൾ ഇതും ഞാൻ എപ്പോഴും 1-2 എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. നമ്മള് ഇപ്പൊ വീട്ടിലില്ല, നമ്മൾ ഒറ്റക്ക് പുറത്തു പോവാണ് എന്നുണ്ടെങ്കിലും ഇത് ഒന്ന് വെക്കുന്നത് നല്ലതാണ്. ഞാൻ മൂവിക്കൊക്കെ പോയപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ ചെയ്തത്. ഷിനാസിന്റെ കയ്യിൽ അവനെ ഏൽപ്പിച്ചിട്ട് പോയപ്പോഴത്തേക്കും ഇതേപോലത്തെ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബെഡ്റൂമിലേക്കുള്ള സാധനങ്ങളാണ്. ഇവിടെ UK എങ്ങനെയാന്ന് വെച്ചാല് ബേബീനെ നമ്മുടെ കൂടെ കിടത്താൻ പാടില്ല. അവർക്ക് അവന്റേതായിട്ടുള്ള സെപ്പറേറ്റ് ഒരു ക്രിബ് അല്ലെങ്കിൽ കോട്ട് വേണം. എനിക്കെന്ന് പറഞ്ഞാല് അവനെ അടുത്ത് കിടത്താൻ പേടിയാണ്, പക്ഷെ അവനെ അന്ന് അടുത്ത് കാണുകയും വേണം. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് നെക്സ്റ്റ് ടു മീ ക്രിബ് എന്നും പറഞ്ഞിട്ട് നമുക്കിങ്ങനെ സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ക്രിബ് കിട്ടും. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ബെഡിന്റെ സൈഡിലോട്ട് ചേർത്തിട്ടിട്ട് നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം. അതാകുമ്പോൾ അവർ നമ്മുടെ ബെഡിലും അല്ല കിടക്കുന്നത്, അത് നമുക്ക് നോക്കുമ്പോൾ അവരെ കാണുകയും ചെയ്യാം. അങ്ങനത്തെ ക്രിബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഒരു നൈറ്റ് ലാമ്പാണ്. നമ്മുടെ ടേബിൾ ലാമ്പ് ആണെങ്കിലും വെക്കാം. പിന്നെ ഞാൻ അതിന് പകരം ഇതേപോലത്തെ ഒരു നൈറ്റ് ലാമ്പാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ ഇതേപോലത്തെ നൈറ്റ് ലൈറ്റ് ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ പല മോഡ് ഉണ്ട് കണ്ടോ. ഡിം ആക്കണമെങ്കിൽ ഡിം ആക്കാം, ബ്രൈറ്റ് ആക്കണമെങ്കിൽ ബ്രൈറ്റും ആക്കാം. കണ്ടോ, ഇതേപോലെ ടച്ച് സെൻസറുള്ള ലൈറ്റാണ്. ബേബി വന്നു കഴിഞ്ഞിട്ട് വാങ്ങിയതാട്ടോ ഇതൊക്കെ. പിന്നെ വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നമ്മള് ഫീഡ് ചെയ്യുക കിടക്കുക. അപ്പോഴും ത്രൂ ഔട്ട് ഫീഡിങ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ആരും ഉണ്ടാവണം എന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എല്ലാം ഞാൻ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വേണ്ട സാധനങ്ങൾ, വെള്ളം ഉണ്ടാവും, സ്നാക്സ് ഉണ്ടാവും, പിന്നെ ബേബിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വൈപ്സ്, ഡയപ്പേഴ്സ്, ഡയപ്പർ ഷീറ്റ്, അങ്ങനത്തെ എല്ലാം ഞാൻ എൻ്റെ സൈഡിൽ തന്നെ പെട്ടെന്ന് എത്താൻ ഉള്ള സ്ഥലത്ത് തന്നെ വെക്കും. ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് ഉള്ളത് നല്ലതാണ്. മാക്സിമം സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഡയപ്പർ ക്യാഡി എന്നും പറഞ്ഞിട്ടൊരു സാധനം വാങ്ങാൻ കിട്ടും, ഈ കാണുന്ന ഡയപ്പർ ക്യാഡി. അപ്പൊ അതുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആണ്. എനിക്ക് അതിന്റെ ആവശ്യം വന്നില്ല, എനിക്ക് ഈ ബാസ്ക്കറ്റ് തന്നെ മതിയായിരുന്നു. ഇതേപോലത്തെ 2 ബാസ്ക്കറ്റിൽ ഇടാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അതത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് മിസ്ലിനിയസ് കുറച്ച് ഐറ്റംസ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിയൊരു സാധനമാണ് ഈ ബേബി ബൗൺസർ എന്ന് പറയുന്നത്. അതൊരു സീറ്റ് പോലെ ഇങ്ങനെ ഇരിക്കല്ല, അപ്രൈറ്റ് ആയിട്ട് അവർ ഇരിക്കല്ല, ഇങ്ങനെ ഒരു കിടക്കുന്ന ഒരു പൊസിഷനാണ്. അന്ന് അവർക്ക് കുറച്ച് ഇരുന്ന് നമ്മളെയൊക്കെ കാണുകയും ചെയ്യാം. അതുപോലത്തെ ഒരു ബൗൺസർ ഉണ്ടെങ്കിൽ അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ബേബി കാരിയർ ആണ് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് മന്ത് മുതൽ യൂസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. എല്ലായിടത്തോട്ടും നമുക്ക് പ്രാമ്പ് പുഷ് ചെയ്ത് പോകാൻ കുറച്ച് പാടായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇടയ്ക്ക് കയ്യിൽ എടുത്ത് പിടിക്കാനും ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ആ കാരിയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യായിരുന്നു. പിന്നെ വേണ്ടത് ട്രാവൽ സിസ്റ്റം ആണ് കേട്ടോ. ട്രാവൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാസിനെറ്റ് ഉണ്ടാവും. ബേബിക്ക് കിടക്കാൻ പറ്റിയ ബാസിനെറ്റ് ഉണ്ടാവും. ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകാൻ പറ്റിയ പ്രാമിൽ തന്നെ ബാസിനെറ്റും ഉണ്ടാവും. നമുക്ക് അതിനകത്ത് തന്നെ കാർ സീറ്റും ഫിക്സ് ചെയ്യാം. അപ്പൊ അതിന് ട്രാവൽ സിസ്റ്റം എന്നാണ് കേട്ടോ പറയുന്നത്.
അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബേബീനെ കൊണ്ട് നമുക്ക് കാറിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കാർ സീറ്റ് വേണം, അല്ലെ നമ്മൾ പുറത്താണ് നമ്മൾ അല്ലാണ്ട് നടന്നാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബേബീനെ പ്രാമിൽ വെക്കണം. അപ്പം ന്യൂ ബോൺ ബേബീസിന് വെക്കാൻ പറ്റിയത് ബാസിനെറ്റ് ടൈപ്പ് പ്രാമാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ അവർ ഇരിക്കാനൊക്കെ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു 4-6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ ഇരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കത് ഇങ്ങനെ സിറ്റിംഗ് പൊസിഷനിൽ ആക്കാനും പറ്റും. അപ്പോൾ ആ ഫ്രെയിമിൽ തന്നെ, അതിന്റെ ഫ്രെയിമിൽ തന്നെ നമുക്ക് കാർ സീറ്റും വെക്കാം, ഈ ബാസിനെറ്റും വെക്കാം. അപ്പൊ അതേപോലത്തെ രണ്ടും കൂടി ഇങ്ങനെ 5-in-1 3-in-1 എന്നൊക്കെ പറയുന്ന കാർ ട്രാവൽ സിസ്റ്റം ഉണ്ട്. അപ്പൊ രണ്ടും സെപ്പറേറ്റ് വാങ്ങണേലും നല്ലത് അതേപോലത്തെ കാർ സീറ്റ് തന്നെ വാങ്ങുന്നതാണ്. അപ്പൊ ഈ ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് ഈ 2 സാധനങ്ങളും വെച്ച് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് എന്ന് പറഞ്ഞാല് ബേബി ബാത്ത് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നാട്ടിലൊക്കെ കുളിപ്പിക്കുന്ന പോലെ ബാത്റൂമിലൊന്നും വെച്ച് കുളിപ്പിക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഡൈനിങ് ടേബിളിന്റെ മേളില് ഞാൻ ഇതേപോലത്തെ ഇതാണ് കേട്ടോ, ഇതേപോലത്തെ ബാത്ടബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡൈനിങ് ടേബിളിന്റെ മേളിൽ വെച്ചിട്ടാണ് അവനെ കുളിപ്പിക്കാറ്. അപ്പോൾ നമുക്ക് കിടന്ന് ഇങ്ങനെ കുനിഞ്ഞു നിന്നൊന്നും കുളിപ്പിക്കേണ്ടി വരില്ല. നമുക്ക് നേരെ നിന്നിട്ട് അപ്രൈറ്റ് പൊസിഷനിൽ നിന്നിട്ട് തന്നെ നമുക്ക് അവരെ കുളിപ്പിച്ചെടുക്കാം. പിന്നെ ഇതേപോലത്തെ ഇങ്ങനത്തെ സീറ്റ് വന്നതുകൊണ്ട് പിന്നെ കിടത്താൻ പറ്റിയതുകൊണ്ട് കിടത്താൻ പറ്റുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓൾസോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങൾ ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ന്യൂ മോം ആണ് എന്നുണ്ടെങ്കിൽ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ബാക്കി വീഡിയോസും കൂടി കാണാം. ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോന്റെ ലിങ്കും പിന്നെ ഇവിടുത്തെ ഡെലിവറി എക്സ്പീരിയൻസിന്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൾസോ പ്ലീസ് ഡു വാച്ച് ദാറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ബൈ.